ഈ ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഡോക്ടർമാർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഗതി സെൽഫ് ഡിഫൻസ് ആണ്. അങ്ങനെയാണ് ഞാൻ MMA എത്തിയത്. ഇതാണ് ഞങ്ങളുടെ MMA കോച്ച്. ആള് ചില്ലറക്കാരനൊന്നുമല്ല, ഒരു നാഷണൽ ചാമ്പ്യനാണ്. കോച്ച്, എന്താണ് ഈ MMA? പലർക്കും അതറിയില്ല. ഓക്കെ, നമുക്കൊരു സാധാരണക്കാരന് എങ്ങനെ MMA എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്താം. അതായത് ബോക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ എല്ലാവർക്കും അറിയാവുന്ന ഒളിമ്പിക് ലെവൽ ബോക്സിംഗ് ആണ്. അതുപോലെ തന്നെ സ്ട്രൈക്കിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കിക്ക് ബോക്സിംഗ്, അതുപോലെ തന്നെ മുവാ തായ്. വേൾഡ് ബെസ്റ്റ് സ്ട്രൈക്കിംഗ് ടെക്നിക്കുകൾ വരുന്നതാണ് മുവാ തായ്, അതുപോലെ തന്നെ കിക്ക് ബോക്സിംഗ്. അതിനുശേഷം നമ്മൾ BJJ ഗ്രാപ്ലിംഗ് മീൻസ് നമ്മളൊരു ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഫൈറ്റോ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഫോഴ്സസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാർഷൽ ആർട്സ് ആണ് BJJ അല്ലെങ്കിൽ ബ്രസീലിയൻ ജിജിറ്റ്സു. നമ്മളതിനെ ജൂഡോ, കോമ്പിനേഷൻ ഓഫ് ത്രോസ്, ലോക്കിംഗ്, ചോക്കിംഗ് എല്ലാം ഈ ഇതിനകത്ത് വരുന്നുണ്ട്, ഏത് BJJ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർഷൽ ആർട്സിന് എല്ലാം ഒരു കോമ്പിനേഷൻ ആണ് MMA. അതായത് ഫുൾ കോമ്പാക്ട് മാർഷൽ ആർട്ട് ആണ് MMA. ഇതൊരു നല്ലൊരു സെൽഫ് ഡിഫൻസ് ആണ്. ഇതൊരു ഏത് സാധാരണക്കാരനും ട്രെയിൻ ചെയ്ത് ടെക്നിക്കലി ഇപ്പോൾ നമുക്കിപ്പോൾ BJJ മാത്രം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബ്രസീലിയൻ ജിജിറ്റ്സുവിനെ മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു ഹെവി വെയിറ്റ് ഉള്ള ഒരാളുടെ പോലും നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് താഴെയാണെങ്കിൽ പോലും ടെക്നിക്ക് കൊണ്ട് അയാളെ നമുക്ക് എന്ത് ചെയ്യാം, നോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ നമുക്ക് ആ സെൽഫ് ഡിഫൻസ് രീതിയിൽ നമുക്ക് രക്ഷപ്പെടാനോ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ഇതിനെ ഒരു സെൽഫ് ഡിഫൻസ് ആയിട്ടും അതല്ലെങ്കിൽ ഒരു സ്പോർട്ടീവ് ഗെയിം ആയിട്ടും നമുക്ക് ഇതിനെ കാണാം. വേൾഡിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് എന്താ പറയുക ഹൈ പെയ്ഡ് ഗെയിമാണിത്. അതുപോലെ തന്നെ ഇതുകൊണ്ട് നമുക്ക് സാധാരണക്കാരൻ എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഡിഫൻസീവ് തന്നെയാണ്. ഈ വരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ടാകുന്നുണ്ട്. ഫോഴ്സസിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ നിലവിൽ കോഴിക്കോട് ഒരു ഇൻസിഡന്റ് കണ്ടിരുന്നുണ്ട്. ആണെങ്കിൽ പോലും ഒരു സേഫ്റ്റിയുടെ പ്രശ്നമുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് നേരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും നല്ലത് ബെസ്റ്റ് ഡോക്ടറിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർക്ക് എതിരെയാണെങ്കിൽ പോലും ഇത് ഒരു പ്രോബ്ലംസ് വരുന്നുണ്ട്. നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗ്രാപ്പിൾ ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു MMA കൊണ്ട് നിങ്ങൾക്ക് സേവ് ആവും. അതെ, സേഫ്. പക്ഷെ എന്റെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ ഉള്ള ഏറ്റവും വലിയ സംശയം ഇതുകൊണ്ട് ഇഞ്ചുറി ഉണ്ടാവും. അതാണ് അവർ ഇതിനൊക്കെ പിൻവലിപ്പിക്കുന്ന ഒരു കാര്യം. എന്താണ് കോച്ചിന്റെ? ഏതൊരു ഗെയിമിനും ഇനിയിപ്പോ ഫീൽഡ് ഓർ ട്രാക്ക്, ഇൻഡോർ, കോമ്പാക്ട് ഗെയിം, ഏതൊരു ഗെയിം ആണെങ്കിലും ഇഞ്ചുറി ഇസ് എ പാർട്ട് ഓഫ് ഗെയിം. അത് അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ് എക്യുപ്മെന്റ്സ് എടുക്കാം. അല്ലെങ്കിൽ സേഫ്റ്റി ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, പ്രൊട്ടക്ട് ചെയ്തിട്ട് തന്നെ കളിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇഞ്ചുറി എല്ലാ ഒരു ഗെയിമിൻ്റെ ഏതൊരു ഗെയിമിൻ്റെയും പാർട്ടാണ്. അത് നമുക്ക് അതുവഴി നമുക്ക് എന്താ അഡാപ്റ്റ് ചെയ്ത് റിക്കവർ ചെയ്ത്, അതായത് ഇഞ്ചുറി ഡയറക്റ്റ് ഇഞ്ചുറി വരാതെ നമുക്ക് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സുകൾ യൂസ് ചെയ്യാം. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്നത് എവിടെയാണ്? ഫേസിലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചുറീസ് വരുന്നത്. ഫേസിലും പല്ലിലാണ്. അതിനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതെ, ഫേസിൽ, അത് തന്നെ ടീത്തിലുമാണ്. അതായത് നമ്മുടെ നോക്ക് ആവുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ ഗം ഷീൽഡ് വളരെയധികം എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് വരുത്തുന്നുണ്ട്. ബ്രീത്തിങ്ങിലാണെങ്കിൽ പോലും നമുക്കൊരു പ്രൊഫഷണൽ ലെവൽസിൽ ട്രെയിൻ ചെയ്യുന്നവർക്ക് ഗം ഷീൽഡ് അത്യാവശ്യമാണ്. ആ പ്രൊഫഷണൽ ലെവലിൽ ചെയ്യുന്നവർക്ക് അവരുടേതായുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മോൾഡ് ചെയ്തിട്ടാണ് ഗം ഷീൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസിൽ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ MMA മാത്രമല്ല, സൈക്കിൾ ചെയ്യുമ്പോഴും ഏത് സ്പോർട്സ് ആക്ടിവിറ്റിയിലും ഫേസിൽ ഇഞ്ചുറി വരാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗത്ത് ഗാർഡ്സ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായി 2 തരം മൗത്ത് ഗാർഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒന്നെങ്കിൽ കടയിൽ പോയി നേരിട്ട് മേടിക്കുന്ന മൗത്ത് ഗാർഡ്സ്, അല്ലെങ്കിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിൽ അളവെടുത്ത് ഉണ്ടാക്കുന്ന മൗത്ത് ഗാർഡ്. ഈ കടയിൽ പോയി മേടിക്കുന്ന മൗത്ത് ഗാർഡിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു പ്രോപ്പർ ഫിറ്റ് കിട്ടൂല. അത് എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് ഒരു ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് ഊരി പോരാനുള്ള സാധ്യതയുണ്ട്. അത് ഇച്ചിരി ബൾക്കായിരിക്കും, അല്ലെങ്കിൽ അത് വെച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ഡെന്റിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മുടെ അളവെടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നല്ലത് ഡെന്റിസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. മാർഷൽ ആർട്സിന് ഏജ് ഒരു പ്രശ്നമല്ല, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും.